ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ 2 ദിവസമായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള വട്ടയപ്പം. നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കുന്ന വട്ടയപ്പം നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ടുള്ള വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് പച്ചരി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് കേട്ടോ. നമുക്ക് തലേദിവസം വേണമെങ്കിൽ അങ്ങനെ കുതിർത്തി വെക്കാം. അപ്പം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ആദ്യം പച്ചരി നമ്മൾ വെള്ളത്തിലിടുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ വാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയണം. ഇനി നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ടല്ലേ ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലും കൂടി വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ലൂസ് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് നിറയെ തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങ കൂടുതലിടുമ്പോൾ അതിനനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി ഒരു 2-3 ഏലക്കായും കുറച്ച് ചെറിയ ജീരകവും കൂടെ ഇതുപോലെ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. അത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മധുരം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഇത് പൊന്തി വരാനായിട്ട് ഈസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് പൊന്തി വരും. ഒത്തിരി ഈസ്റ്റ് ഇട്ടാൽ വല്ലാതെ പുളിപ്പായിരിക്കുമേ. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 അച്ച് ശർക്കരയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയിൽ ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇത് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ലൂസ് പോരെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയാണ് ഇപ്പം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ച മാവ് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ചിട്ട് ഒരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുക കേട്ടോ. നല്ല ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊന്തി കിട്ടും. അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നന്നായിട്ട് പൊന്തി വരട്ടെ. എന്നിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. നമ്മുടെ മാവ് നോക്കിക്കാൻ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മാവ് പുളിപ്പിക്കുന്ന ഒരു ഷോർട്ട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതുപോലെ ഒരു റൈസ് കുക്കറിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചതായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നിലത്ത് പോയേനെ കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. മാവ് പുളിപ്പിക്കാൻ വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് വലിയ പാത്രം എടുത്തോളൂ കേട്ടോ. ഞാൻ എടുത്തത് ചെറിയ പാത്രമായി പോയി. കുറച്ച് വലിയ പാത്രമാണെങ്കിൽ ഒട്ടും നിലത്ത് പോയില്ലല്ലോ. ഇതൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. ഇളക്കി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഇതുപോലെ താണു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ പുഴുങ്ങുന്നത് അതിലേക്ക് കോരി ഒഴിക്കാം. ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ പുഴുങ്ങാം കേട്ടോ. ഇനി ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും പുഴുങ്ങിയെടുക്കാം. പക്ഷേ ഇതാവുമ്പോൾ കാണാൻ ശരിക്കും വട്ടയപ്പം ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പാത്രത്തിൽ മുഴുവൻ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് അങ്ങ് വന്നോളും കേട്ടോ. മാവിൻ്റെ ലൂസൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. ഒരുപാട് അങ്ങ് ലൂസായി പോവാനും പാടില്ല, എന്നാൽ ടൈറ്റായിട്ടിരിക്കാനും പാടില്ല കേട്ടോ. ഒരു ഇഡ്ഡലി മാവിനേക്കാൾ കുറച്ചും കൂടി ലൂസിലാണ് ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ ഒരുപാട് നിറച്ചൊഴിച്ചു കൊടുക്കരുത്. ഒത്തിരി നിറച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുമ്പോൾ കുറച്ചും കൂടി അങ്ങ് പൊന്തി വരും കേട്ടോ. അപ്പം മുകൾ ഭാഗമൊക്കെ വിണ്ട് കീറും. നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുള്ള വട്ടയപ്പം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നട്ട്സ്, അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. വേവുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമ്മളിത് പുഴുങ്ങുമ്പം ഏകദേശം ഒരു 20 മിനിറ്റ് എന്തായാലും എടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ ഉള്ളൊന്നും വേവില്ല കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം.
20 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ ഈ സൈഡൊക്കെ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് തിക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങ് ഇടുമ്പോൾ പെട്ടെന്ന് ഇങ്ങ് പോന്നോളും കേട്ടോ. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നല്ല രുചിയും അതേപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള വട്ടയപ്പം. അടിപൊളി വട്ടയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലേറ്റിൽ 1 എണ്ണം കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ കൂടി മറക്കരുത് കേട്ടോ. ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരുന്നുണ്ട്. എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയ വട്ടയപ്പം എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.